ചേട്ടത്തി ചായ. ഒരു ജോലി ചെയ്തോണ്ടിരിക്കല്ലേ, തരാം. അവിടെ ഇരിക്കി. മതി, സമാധാനത്തിൽ തന്നാ മതി. ചേട്ടത്തി തിടുക്കം വേണ്ട. തിടുക്കം കാണിച്ച ചായയും ചായപാത്രം കഴിയുന്ന വെള്ളവും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാതെ ആകും. ഞാൻ ഉണ്ടാക്കി തരുന്ന സാധനത്തിന് നിങ്ങൾ ആരെങ്കിലും ഇന്നേ വരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല. സന്ധ്യക്കാനോ എന്തിനാ അമ്പലത്തിൽ പോയത്? അവക്ക് അങ്ങനെ ഒരു പതിവില്ലല്ലോ. ഇന്ന് സ്പെഷ്യലായി ആർക്കോ വേണ്ടിട്ടാ അനു അമ്പലത്തിൽ പോയത്. സ്പെഷ്യലാന്ന് പറയുമ്പോ ആർക്കു വേണ്ടിയായിരിക്കും? നമ്മളറിയാത്ത ആരാ അനുവിന് സ്പെഷ്യൽ? അതിനെപ്പറ്റി ചോദിച്ചപ്പോഴേ അവളൊന്നും പറഞ്ഞില്ല. അവളുടെ അച്ഛന്റെ ഓർമ്മ ദിവസമാണോ ഇന്ന്? അതിനെപ്പറ്റിയൊന്നും അറിയില്ല. അവൾ അമ്പലത്തിൽ പോയിട്ട് വരട്ടെ, വരുമ്പോ ചോദിക്കാം അവളുടെ മനസ്സിൽ കയറി കൂടിയ സ്പെഷ്യൽ ഐറ്റം ആരാണെന്ന്. അനുവിന് ആരുമായിട്ട് ലവ് അഫയേഴ്സ് ഒന്നുമില്ല, അതെനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആ ലവ് അഫേഴ്സ് നമ്മൾ 5 പേർക്കും ഇല്ലല്ലോ. അതെ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പറയണം. നിനക്കെന്തോ ഒരു ഭാവമാറ്റം. നിന്റെ മനസ്സിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ACP ആണോടോ നിന്റെ മനസ്സില്? ആ തോന്നല് നിന്റെ മനസ്സിലാ. കുടിച്ചിട്ട് കുറ്റം പറയണേ. ചേട്ടത്തി ഒരു മിനിറ്റ് തന്നെ. എന്താ? ഞങ്ങള് ചേട്ടത്തിക്ക് തന്ന പൊതപ്പില്ലേ, അത് കയ്യിലുണ്ടോ? പൊതുപ്പോ? അതിന് തിരികെ വേണോ? ചേട്ടത്തിയോട് അത് തിരികെ ചോദിക്കുന്നത് തെറ്റാണ്, പക്ഷെ ഞങ്ങൾക്കിതിപ്പോ ആവശ്യം വന്നിരിക്കുക. അതെ, ആ പുതപ്പ് ഞങ്ങളുടെ അല്ല ചേട്ടത്തി. നിങ്ങളുടെ അല്ലേ? അത് ഗബ്രിയേൽ സാറിന്റെ വീട്ടിലെയാ. സാറിന്റെ കാറ് സർവീസിന് കൊടുത്തപ്പം അതെങ്ങനെയോ സാറിന്റെ കാറിൽ കേറി കൂടിയതാ. അതെങ്ങനെയോ ഞങ്ങളുടെ വണ്ടി വന്ന് പെട്ടു. ആ പുതപ്പ് എവിടെ നിന്ന് കിട്ടിയാലും അതത്ര നല്ല സാധനമല്ല. അതിനെന്തോ ദുർഗന്ധം ഉണ്ടായിരുന്നില്ലേ? അതായിരിക്കോ ചേട്ടത്തി പറയുന്നേ? ആ പുതപ്പ് എനിക്ക് വേണ്ട പിള്ളേരെ. അത് കണ്ടു കിട്ടിയാ ഞാൻ തിരിച്ചു തന്നേക്കാം. അത് ചേട്ടത്തിയുടെ കയ്യിലില്ലേ? അതിപ്പോ എന്റെ മുറി കാണുന്നില്ല. ഞാനത് നോക്കിയെടുത്തു തരാം. ആ പതിപ്പ് നല്ല സാധനമല്ലെന്ന് ചേട്ടത്തി പറഞ്ഞത് ദുർഗന്ധം ഉദ്ദേശിച്ചാണോ? അതോ അതിന് വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? വേറെന്ത് കുഴപ്പം? ആര്? ആര്? അല്ല, എല്ലാരും എവിടെ പോയി? അറിയില്ല. അനു, നീ പോ, എങ്ങോട്ടെങ്കിലും പോ. ആര്? ആഹാ, നിനക്ക് ഇപ്പൊ ഈ പാവയെ വലിയ ഇഷ്ടാണല്ലേ? ഇഷ്ടമാ. ഞാനിപ്പോ നിനക്ക് വേണ്ടിയാ ക്ഷേത്രത്തിൽ പോയത്. ആരവ്, ഇങ്ങോട്ട് നോക്കിയേ, ഒരു കാര്യം പറയാനുണ്ട്.
ആരവ് ഡാ, നിന്നെയല്ലേ വിളിച്ചത്? എന്ത് നോക്കാത്തെ? ആരവ് ആരവ് താൻ ഇത്ര നേരം എവിടെയായിരുന്നു? അത് ശരി. ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും നീ കേട്ടില്ലേ? നീ എന്റെ മണ്ടന? ഞാൻ വേറെന്തോ ആലോചിച്ചോണ്ടിരിക്കായിരുന്നു. ഇവിടെ വന്നത് താനാണെന്ന് പോലും ഞാൻ ഓർത്തില്ല. ഞാൻ ക്ഷേത്രത്തിൽ പോയതാ. ഇവിടെ അടുത്തുള്ള ശിവക്ഷേത്രത്തിലാ പോയത്. നിനക്ക് വേണ്ടി ഞാനൊരു പൂജ നടത്തി. നിന്റെ നാളറിയാത്തതുകൊണ്ട് പേരിലാ നടത്തിയത്. ഇതെന്തിനാ ചെയ്ത്? നിനക്കിപ്പൊ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ. പുറത്തിറങ്ങിയ നിനക്ക് ചുറ്റിനും ആപത്താ. അതുകൊണ്ടാ നിനക്ക് വേണ്ടി ഞാൻ പൂജ നടത്തിയത്. അനു, ദാ പ്രസാദം. വേണ്ട. അതെന്താ വേണ്ടാത്ത? നിന്റെ പൂജയുടെ പ്രസാദ. അത് നെറ്റിയിൽ തൊടണ്ടേ? അത് ഇപ്പൊ വേണ്ട. ഞാൻ കുളിച്ചിട്ടില്ല. കുളിച്ചിട്ട് പിന്നീട് തൊട്ടോളാം. താനതവിടെ വെച്ചേക്ക്. ഏയ്, നിനക്കെന്തോ ഒരു പ്രശ്നം പോലെ. നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറ. ഏയ് ഇല്ല, എനിക്കൊരു വിഷമമില്ല. പിന്നെന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? അത് കുറെ നേരമായിട്ട് നല്ല തലവേദന. ഞാൻ കുറച്ചു നേരം ഒന്ന് കിടക്കട്ടെ.